ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ പുതിയ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ബലരാമൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് എനിക്കും നല്ലത് നിങ്ങൾക്കും. കാരണം എൻ്റെ പുറകിൽ ഒരുപാട് ഭീഷണികൾ ഉണ്ടടാ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഇല്ല ഏട്ടാ, ഏട്ടൻ ഒരിക്കലും ഇവിടുന്ന് പോകരുത്. ഇങ്ങനെ മാനസികമായിട്ട് വിഷമിക്കാൻ എന്ത് കാര്യം ഉണ്ടായത്? ഞാനിതാ അച്ഛനോടും അമ്മയോടും കൃപയോടും പറഞ്ഞാലുണ്ടല്ലോ. ഏട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരോടൊന്നും പറയണ്ടടാ, ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ കാരണം ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദുബായിലേക്കൊന്ന് മാറി നിന്നാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. അതൊന്നും പറ്റില്ല. ഇപ്പോൾ ദാ ഒരു ഫംഗ്ഷൻ വെച്ചു, ഏട്ടനില്ലെങ്കിൽ അത് ശരിയാവില്ല. ഏട്ടനും കൃപയാണ് അത് മുന്നിട്ട് നടത്തി തരേണ്ടത്. എന്തായാലും ഞാൻ വരുവടാ, നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ എന്തായാലും രാവിലെ എത്തും, ഭാഗ്യശ്രീയും കൂട്ടി എത്തും. അതിനുശേഷം വൈകുന്നേരം ഞാൻ തിരിച്ചു പോകും കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏട്ടാ എന്നാലും ഏട്ടൻ പോകണ്ട. പോ പോകണ്ട അത്യാവശ്യമുള്ളത് കൊണ്ടാണ് കൃഷി. നീ എപ്പോൾ വിളിച്ചാലും എന്താവശ്യത്തിനും ഏട്ടൻ എത്തിയിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ബലരാമൻ കൃഷ്ണനോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അമ്മായി വരുന്നുണ്ട്. വന്നതിന് ശേഷം തന്നെ കൺമണിയും ഉണ്ട്. ആ അമ്മായി എന്ന് പറയുന്നുണ്ട്, അമ്മായി ഇത് ഇവിടെ പോയിട്ട് വരുന്നു. ഞാനേ ഒരു ഇടനിലക്കാരിയായി നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കമ്മീഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ, ഒരു കല്യാണക്കാരിയാണെന്ന് പറയുന്നുണ്ട്. ആരുടെയാണ് എന്ന് അമ്മായിക്ക് ചെയ്തു കൊടുത്തൂടെ? പെണ്ണിൻ്റെയോ ചെക്കൻ്റെയോ? ചെക്കൻ്റെ ഭാഗത്തു നിന്നാണ് വന്നേക്കണതെന്ന് പറയുന്നു. എന്നാൽ ചെയ്തു കൊടുത്തൂടെ? ആരാ ഇപ്പം ഈ ചെക്കനും പെണ്ണും? ആ, പെണ്ണ് ഞാൻ പറയാം, അത് നീയാണ്. ചെക്കനോ? വരുണും. ആ, ഇതാണോ സൈക്കോൻ്റെ കാര്യമാണോ അമ്മായി പറയുന്നത്? പിന്നല്ലാതെ അവൻ എന്നോട് കുറേ സംസാരിച്ചു. അവന് കണക്കിന് ഞാൻ കൊടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട. അവന് ഞാൻ കാര്യം പറഞ്ഞാൽ എൻ്റെ പുറകെ വരില്ല. പക്ഷെ മോളെ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. അവൻ പറഞ്ഞതനുസരിച്ച് അവൻ്റെ ബുദ്ധി ഏത് വഴിക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയം മാനസ വരുന്നുണ്ട്. കൺമണി, എനിക്ക് നിന്നോട് സംസാരിക്കണം അമ്മായി. ഓ, ഇത്രയും കാലം നീ സംസാരിച്ചതൊക്കെ മതി മാനസേ. ഇനി എൻ്റെ കൺമണിയെ വെറുതെ വിട്ടേക്ക്. അതൊന്നല്ല, ഞാൻ ആഗ്രഹിച്ച ചെക്കനെ നീ തന്നെയാണ് എടുത്തത്. അത് നിനക്ക് അർഹതപ്പെട്ടതാണെന്ന രീതിയിലൊക്കെ മാനസ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആർക്ക് അർഹതപ്പെട്ടാന്നുള്ളത് അമ്മായിയുടെ കുത്തി ചോദ്യം ഉണ്ട് കേട്ടോ. അപ്പോഴത്തേനും അമ്മായി ഒന്നും മിണ്ടാണ്ടിരിക്കും. മനസ്സ, ഇത്രയും കാലം ഞാൻ നിനക്ക് ചെയ്ത സഹായത്തിനൊക്കെ നീ എനിക്ക് ഒരു ദയാദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എല്ലാം നിർത്തി. ഇനി കൺമണി പുതിയ ഒരാളാണ്, എനിക്കത് മനസ്സിലായി. കൺമണി പുതിയ ജീവിതത്തിന് വേണ്ടി ഞാനൊരു അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാണ്. ഇനി കൺമണിയുടെ പുറകെ ശല്യം ചെയ്യാൻ മാനസ വരില്ല എന്ന് പറയുന്നുണ്ട്. നീ വന്നാലും നടക്കാനൊന്നും പോകുന്നില്ല. അമ്മായി അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിനക്ക് നല്ലത് വരട്ടെ, നാളത്തെ ഫംഗ്ഷൻ ഗംഭീരമായി കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് മാനസ് അങ്ങോട്ട് പോകുന്നുട്ടോ. അതിനുശേഷം തന്നെ അമ്മായി പറയുന്നുണ്ട്, ഇവരുടെ വരവിനും സംസാരത്തിനും ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ആ വരുണിൻ്റെയും എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീയല്ലേ പറഞ്ഞത് ആ വരുണും അനിരുദ്ധനും ഇവനും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്ന്? അതെ അമ്മായി, ഇനി ഇവിടെ നിന്നൊന്നും സംസാരിക്കേണ്ട. നമുക്ക് വീട്ടിൽ പോയിട്ട് വൈകിട്ട് കാര്യങ്ങൾ മുൻകൂട്ടി സംസാരിക്കുന്ന പോലെ ആവാം, ചെല്ലാം എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വീണ്ടും മഹിയത്തനെ കാണിക്കുന്ന കേട്ടോ. എന്തായുടെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ്. ഞായറാഴ്ച പരിപാടി ഗംഭീരമാക്കുകയാണ്. എല്ലാം കൃപയുടെ ആഗ്രഹം പോലെയാണ്. ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി താടാ. അതൊന്നും പറ്റില്ല. അതൊക്കെ അവളോട് ചോദിച്ചോ ചെയ്തോ. ആ സമയത്ത് മാനസ അങ്ങോട്ട് വരുന്നുണ്ട്. കൃഷ് എന്ന് പറഞ്ഞിട്ട്. കൃഷ് ഇപ്പോൾ തിരക്കാണോ? അയ്യോ, ഞാൻ നല്ല തിരക്കിലാണെന്നൊരു ആക്കിയ ഒരു സംസാരം കൂടി കൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും മഹിയുടെ ഭാഗത്തു നിന്നും. അതിനുശേഷം തന്നെ എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കാൻ സമയം ഉണ്ടാവുമോ? ഓ, 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമായി മനസ്സേ എന്ന് പറയുന്നുണ്ട്. അത്രയും ഉണ്ടാവും തോന്നുന്നില്ല എന്ന് മഹിയും പറയുന്നുണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല എൻ്റെ പൊന്ന് മാനസേ. എനിക്ക് ഒന്നാമത് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. നീ വെറുതെ വെറുതെ ഓരോ കാര്യത്തിനായിട്ട് എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതോടുകൂടി ഞാൻ നിർത്തുകയാണെന്ന് പറയുന്നുണ്ട്. നീ എന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നു. ഞാനൊന്നും ചെയ്യാനോ പറയാനോ വന്നതല്ല. ഇന്നത്തോടുകൂടി നിങ്ങളുടെ ആ പ്രശ്നത്തിലൊന്നും ഞാൻ ഇടപെടാൻ വരുന്നില്ല. നീയും കൺമണി തന്നെയാണ് ഒന്നാവേണ്ടത്. ഒരു പ്രശ്നത്തിൽ ഞാനില്ല എന്ന് പറഞ്ഞ് മാനസ പോകാനായിട്ട് നിൽക്കുന്നു. നീ പോയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും. എനിക്ക് ഇനി യാതൊരു മടിയില്ല മനസ്സിൽ ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു മനസ്സ് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ബലരാമനെയും അച്ഛനെയും, അതായത് ബാലഗോപാലനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇനി എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളും ആ സുമിത്രയോടും പറഞ്ഞേക്കാം അമ്മ എന്ന് പറഞ്ഞാൽ. അമ്മയോട് പറയാനുള്ള കാര്യം എന്നോട് പറയണ്ട രാമ. കാരണം നിന്നെ ഞാൻ നിർത്തി വലുതാക്കിയില്ലേ. എന്നിട്ടിപ്പോൾ എന്തായി? ഒരു ചാവേറിനെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളങ്ങനെ ചെയ്തത്. അല്ലാതെ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയല്ലല്ലോ. ഇനി മേലാൽ എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ദയയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളങ്ങനെ പഠിച്ച കള്ളന്മാരാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാലുണ്ടല്ലോ ഈ ബലരാമൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുന്നു.
പിന്നെ ഈ മഹിയെ കാണിക്കുന്നത് കേട്ടോ. എന്തായാലും കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും എന്തായാലും കൺമണിയുടെയും നിൻ്റെയും ഒരു രാത്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ നടക്കാനായിട്ട് പോകല്ലേ. അതായത് നിങ്ങൾ ഒന്നാമൻ പോണ പോലെയല്ലേ തോന്നുന്നത്. എൻ്റെ കൺമണി ഞാൻ പ്രപ്പോസ് ചെയ്താലോ? ഇത്രയൊന്നും ചെയ്താൽ പോരെടാ. അതല്ല, എന്നാലും അവൾ എത്രയും സ്നേഹിച്ചാലും മതിയാവില്ല. ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയാണ്, പക്ഷെ എന്താ അറിയോ, പിന്നീട് അതൊക്കെ ഇഷ്ടക്കേടായി മാറും. ഈ സ്നേഹം എന്നും ഉണ്ടായാൽ മതി. അതെന്നും ഉണ്ടാവിടാ. നീ എന്തെങ്ങനെയാണ് പറയുന്നത്? എനിക്ക് അവളോട് പരിപൂർണമായ സ്നേഹമാണ്. അത് ജീവിതകാലം മുഴുവനും അവളോട് ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മഹിയും അതുപോലെ കൃഷ്ണൻ സംസാരിക്കുന്നു. പിന്നീട് കൺമണി വീട്ടിൽ എത്തിയതിന് ശേഷം അമ്മായിമാരുടെ കൂകിലിനെയും കൂടി സംസാരിക്കുന്നു കേട്ടോ. ആ ഫംഗ്ഷൻ മുടക്കാനുള്ള എന്തൊരു പ്ലാനിങ്ങുമായിട്ടാണ് ഇവർ നടക്കുന്നത്. അതുകൊണ്ട് അമ്മായിമാർ നല്ല ശ്രദ്ധ വേണം. ഗൂഗിളെ നീയും ശ്രദ്ധിക്കണം, കാര്യങ്ങൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് ഞങ്ങൾ ഏറ്റു. ഞങ്ങളുടെ കണ്ണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. എനിക്കും ചേച്ചിക്കും അത് തന്നെയല്ലേ പണി. ഗൂഗിൾ പറയുന്നുണ്ട്, അപരിചിതമായിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ ഞാൻ അത് വീഡിയോ എടുക്കുക പോലും ചെയ്യും. അപ്പം വിഷമിക്കേണ്ട, ഈ ഫംഗ്ഷൻ മുടക്കാൻ ആർക്കും കഴിയില്ല. അവരുടെ പ്ലാനിങ് നമുക്ക് പൊളിച്ചെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കൺമണി മുന്നിട്ട് ഇറങ്ങാൻ പോകാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഫംഗ്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ കൺമണി അത് പരിഹരിക്കുന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.